നമസ്കാരം. ക്ലാസ് 9 ഫിസിക്സിന്റെ ആനുവൽ എക്സാമിന് വേണ്ടിയുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് 1 മാർക്സ് ക്വസ്റ്റ്യൻസുകളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഇപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. വാട്ട് ഇസ് ദ ഷേപ്പ് ഓഫ് പൊസിഷൻ ടൈം ഗ്രാഫ് ഓഫ് മോഷൻ ഓഫ് എ ബോഡി വിത്ത് യൂണിഫോം വെലോസിറ്റി? സമപ്രവേഗത്തിൽ ഒരു വസ്തു ചലിക്കുകയാണ്. അപ്പോൾ അതിന്റെ പൊസിഷൻ ടൈം ഗ്രാഫിന്റെ ഷേപ്പ് എങ്ങനെയായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് നോക്കിയേ. കർവ് ആയിരിക്കുമോ? കർവ് എങ്ങനെയാണ്? കർവ് നോൺ യൂണിഫോമിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പം കർവ് വരില്ല. ദെൻ ഹൊറിസോണ്ടൽ സ്ട്രെയിറ്റ് ലൈനോ? ഹൊറിസോണ്ടൽ സ്ട്രെയിറ്റ് ലൈൻ ഒബ്ജക്റ്റ് റെസ്റ്റ് ആയിരിക്കുമ്പോഴാണ് വരുന്നത് കേട്ടോ. ഹൊറിസോണ്ടൽ ആയിട്ടുള്ള സ്ട്രെയിറ്റ് ലൈൻ ഒബ്ജക്റ്റ് റെസ്റ്റ് ആയിരിക്കുമ്പോഴാണ് വരുന്നത്. അപ്പോൾ അതും വരികയല്ല. വെർട്ടിക്കൽ സ്ട്രെയിറ്റ് ലൈൻ ഒരിക്കലും പൊസിഷൻ ടൈം ഗ്രാഫിന് ഒരിക്കലും പോസിബിൾ അല്ല. പിന്നെ ഏതാണ്? ഇൻക്ലൈൻഡ് സ്ട്രെയിറ്റ് ലൈൻ ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ കേട്ടോ. അതായത് ഒരു ബോഡി യൂണിഫോം വെലോസിറ്റി സമപ്രവേഗത്തിൽ സഞ്ചരിക്കുമ്പോൾ അതിന്റെ പൊസിഷൻ ടൈം ഗ്രാഫ് എങ്ങനെയായിരിക്കും? ഇൻക്ലൈൻഡ് ആയിട്ടുള്ള സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. Then അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. യൂസിങ് ദ റിലേഷൻ ദ ഫസ്റ്റ് വേർഡ് പെയർ കംപ്ലീറ്റ് ദ സെക്കൻഡ് പെയർ കേട്ടോ. കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ന്യൂട്ടൺ മീറ്റർ അതിന്റെ യൂണിറ്റ് ഇവിടെ തന്നിട്ടുണ്ട്, ജൂൾ ആണ്. ന്യൂട്ടൺ മീറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? യൂണിറ്റ് ഓഫ് വർക്കിനോട് ഈക്വൽ ആണ്. ദെൻ ജൂൾസ് പെർ സെക്കൻഡ്. ജൂൾസ് പെർ സെക്കൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? വാട്ട് ആണ് കേട്ടോ. ജൂൾസ് പെർ സെക്കൻഡ് ഏതാണ്? വാട്ട് ആണ്. നെക്സ്റ്റ് വൺ നോക്കുക. A man is walking along a horizontal ground with a load of mass 20 kg on his head. How much is the work done against the gravitational force if he walked through a distance of 50 meter? എന്താണ്? ഒരു ഹൊറിസോണ്ടൽ ഗ്രൗണ്ടിൽ കൂടെ ഒരു 20 കിലോഗ്രാം വെയിറ്റും ചുമന്നുകൊണ്ട് തലയിൽ വെച്ചുകൊണ്ട് നടക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അപ്പം എന്തുമാത്രമാണ് അയാളുടെ വർക്ക് ചെയ്യുന്നത്? ഗ്രാവിറ്റേഷൻ ഫോഴ്സിന് എഗെയിൻസ്റ്റ് ആയിട്ട് എന്തുമാത്രം അയാൾ വർക്ക് ചെയ്യുന്നുണ്ട്? ഒരു 50 മീറ്റർ ട്രാവൽ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ 50 മീറ്റർ അയാൾ സഞ്ചരിക്കുമ്പോൾ ഗ്രാവിറ്റേഷൻ ഫോഴ്സിന് എഗെയിൻസ്റ്റ് ആയിട്ട് എന്തുമാത്രം വർക്കാണ് അവിടെ ചെയ്യുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അവിടെ പറഞ്ഞിട്ടുണ്ട് ഇയാൾ എങ്ങനെയാണ് ഇതൊരാളാന്ന് ചോദിച്ചു. ഇയാൾ തലയിൽ ലോഡും വെച്ച് പോവുകയാണ്. അപ്പോൾ ഹൊറിസോണ്ടൽ ഇത് എങ്ങനെയാണ് നടക്കുന്നത്? ഒരു 50 മീറ്റർ അവിടെ നടക്കുന്നുണ്ട്. അപ്പൊ എങ്ങനെയാണ് ഈ തലയിലിരിക്കുന്ന ലോഡ് ഉണ്ടല്ലോ, അതെങ്ങനെയാണ്? വെർട്ടിക്കലി ആയിട്ട് മൂവ് ചെയ്യുന്നുണ്ടോ? വെർട്ടിക്കലി ആയിട്ട് മൂവ് ചെയ്യുന്നില്ല. മനസ്സിലാവും. അപ്പം ഗ്രാവിറ്റിക്ക് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള വർക്ക് എന്ന് പറയുമ്പോൾ നമുക്കറിയാം W=mgh ആണ് ഇക്വേഷൻ വരുന്നത്. ക്ലിയർ ആവുന്നല്ല പറഞ്ഞത്. അപ്പോൾ ഇവിടെ ഹൈറ്റിന് അവിടെ വ്യത്യാസം വരുന്നുണ്ടോ? ഹൈറ്റിന് വ്യത്യാസം വരുന്നില്ല. അതുകൊണ്ട് എങ്ങനെയാണ് വർക്ക് എങ്ങനെയായിരിക്കും? 0 ആയിരിക്കും വരുന്നത് കേട്ടോ. അപ്പം 0 ജൂൾ ആണ് ആൻസർ കേട്ടോ. തന്നെ അടുത്തത് ഐഡന്റിഫൈ ദ സെക്കൻഡറി സെൽ എമംഗ് ദ ഫോളോയിങ് കേട്ടോ. തന്നിട്ടുണ്ട്. സെക്കൻഡറി സെൽ ഐഡന്റിഫൈ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. വോൾട്ടാ സെല്ല് ഏതാണ്? വോൾട്ടാ സെല്ല് പ്രൈമറി സെല്ലാണ്. അത് വരികയില്ല. ടോർച്ച് സെല്ല് എന്ന് പറഞ്ഞിരിക്കുന്നത് പ്രൈമറി ആണ്. മൊബൈൽ ബാറ്ററി ഏതാണ്? മൊബൈൽ ബാറ്ററി സെക്കൻഡറി ആണ് കേട്ടോ. മൊബൈൽ ബാറ്ററി ആണ് ഇവിടുത്തെ ആൻസർ. ബട്ടൺ സെല്ലൊക്കെ ഏതാണ്? പ്രൈമറി സെല്ലാണ്. അപ്പൊ മൊബൈൽ ബാറ്ററി ആണ് സെക്കൻഡറി സെൽ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. വിച്ച് among the following medium has a maximum speed of sound through it? ഏത് മീഡിയത്തിലാണ് മാക്സിമം സൗണ്ട് വരുന്നത്? സ്പീഡ് ഓഫ് സൗണ്ട് ശരിക്കും എങ്ങനെയാണ്? ഏറ്റവും കൂടുതൽ ഏതിലാണ്? സോളിഡ്സിലാണ് കേട്ടോ. സോളിഡ്സിലാണ് സ്പീഡ് ഓഫ് സൗണ്ട് ഏറ്റവും കൂടുതൽ. പിന്നെ ഏതാണ്? ലിക്വിഡ്സിൽ കേട്ടോ. ലിക്വിഡ്സിലാണ് പിന്നെ വരുന്നത്. ഏറ്റവും കുറവ് വരുന്നത് ഗ്യാസസിലാണ്. അപ്പൊ ആ ഒരു കേസിൽ നോക്കുക കേട്ടോ. ഇപ്പൊ കോമൺ സോൾട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? കോമൺ സോൾട്ട് ലിക്വിഡ് ആണ് ഇല്ലേ? ലിക്വിഡ് ആണ്, മോഡറേറ്റ് ലെവലിലാണ് വരുന്നത്. മനസ്സിലായല്ലോ പറഞ്ഞത്. ദെൻ ഷുഗർ സൊല്യൂഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത് ലിക്വിഡ് ആണ്. അതും ഈ മോഡറേറ്റ് ലെവലല്ല വന്നിരിക്കുന്നത്. അമോണിയ ഗ്യാസ് ഇല്ലേ? അത് ലോവസ്റ്റ് സ്പീഡാണ്. പിന്നെ വുഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? സോളിഡ് ആണല്ലേ. അപ്പം സോളിഡ് ആണ് കൂടുതൽ സ്പീഡ് കേട്ടോ. അത് ഓർത്താണോ? സ്പീഡ് എന്ന് പറഞ്ഞിരിക്കുന്നത് സ്പീഡ് സോളിഡിലാണ് ഏറ്റവും കൂടുതൽ. അപ്പോൾ ഇവിടുത്തെ സോളിഡ് ഏതാണ്? വുഡ് ആണ് കേട്ടോ ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ടൈപ്പ് ഓഫ് എനർജി ഡിക്രീസസ് ഇൻ ആൻ ഒബ്ജക്റ്റ് ഈസ് ഫോളിംഗ് ഫ്രീലി ഡൗൺ? ഒരു ഒബ്ജക്റ്റ് ഫ്രീലി ഫോളിംഗ് നടത്തുമ്പോൾ ഏത് എനർജിയാണ് അവിടെ കുറയുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏത് എനർജിയാണ്? പൊട്ടൻഷ്യൽ എനർജി ആണ് അല്ലേ? പൊട്ടൻഷ്യൽ എനർജി. അതായത് ഫ്രീലി ഫോളിംഗ് നടക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഹൈറ്റ് അല്ലേ? ഹൈറ്റ് അവിടെ കുറയുവാണ് ചെയ്യുന്നത്. പൊട്ടൻഷ്യൽ എനർജിയുടെ ഇക്വേഷൻ എന്താണ് വരുന്നത്? പൊട്ടൻഷ്യൽ എനർജി = mgh അല്ലേ? അപ്പം ഹൈറ്റ് കുറയും അല്ലേ? ഹൈറ്റ് കുറയുമ്പോൾ പൊട്ടൻഷ്യൽ എനർജിയും കുറയും. കംപ്ലീറ്റ് ദ വേർഡ് പെയർ I = Q/T ഇല്ല. I എന്ന് പറഞ്ഞാൽ ചാർജ് ബൈ ടൈം ആണ്. ദെൻ V/R എന്ന് വെച്ചാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? കറണ്ട് അല്ലേ? I = V/R ആണ്. The next one. What is the basic source of energy of a petrol car running on the road? ഒരു പെട്രോൾ കാർ റോഡിൽ കൂടെ റൺ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ബേസിക് സോഴ്സ് ഓഫ് എനർജി എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ്? ഫ്യൂവൽ ആണല്ലോ. അവിടെ എന്താണ്? ഫ്യൂവൽ എന്ന് പറയുമ്പോൾ എന്താണ്? കെമിക്കൽ എനർജി ആണ്. കെമിക്കൽ എനർജി എന്താണ്?
പെട്രോൾ സ്റ്റോർ ചെയ്തിരിക്കില്ല ചെയ്തിരിക്കുന്നത്. അപ്പം അവിടുത്തെ ബേസിക് എനർജി സോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? കെമിക്കൽ എനർജിയാണ്. കെമിക്കൽ എനർജി കൺവേർട്ടഡ് ടു ഹീറ്റ് എനർജി ആയിട്ട് മാറും. അത് എന്നിട്ട് മെക്കാനിക്കൽ എനർജി ആയിട്ട് മാറും. അതാണല്ലോ അവിടുത്തെ എനർജി കൺവേർഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. വണ്ടി ഓടുമ്പോൾ നമുക്കറിയാം കെമിക്കൽ എനർജിയാണ്. കെമിക്കൽ എനർജി എന്തായിട്ട് മാറുന്നുണ്ട്? ഹീറ്റ് എനർജി ആയിട്ട് മാറുന്നുണ്ട്. ആ ഹീറ്റ് എനർജി പിന്നെ മെക്കാനിക്കൽ എനർജി ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. എന്നിട്ടാണല്ലോ മൂവ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടുത്തെ ബേസിക് സോഴ്സ് ഓഫ് എനർജി എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്? കെമിക്കൽ എനർജിയാണ് കേട്ടോ. കെമിക്കൽ എനർജി. കെമിക്കൽ എനർജി. Then which instrument is used to measure potential difference? ഏത് ഇൻസ്ട്രുമെന്റ്സ് ആണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് അളക്കാൻ ഉപയോഗിക്കുന്നത്? ഏതാണ്? വോൾട്ട് മീറ്റർ ആണ് അല്ലേ? വോൾട്ട് മീറ്റർ ആണ് പൊട്ടൻഷ്യൽ വ്യത്യാസം അളക്കാൻ ഉപയോഗിക്കുന്നത്. ഹൗ ഷുഡ് ബി കണക്റ്റഡ് ഇൻ ദ സർക്യൂട്ട്? അപ്പോൾ വോൾട്ട് മീറ്റർ സർക്യൂട്ടിൽ എങ്ങനെയാണ് കണക്ട് ചെയ്യേണ്ടത്? പാരലായിട്ട് വേണം കണക്ട് ചെയ്യേണ്ടത് കേട്ടോ. പാരലൽ അല്ലേ? വോൾട്ട് മീറ്റർ എങ്ങനെയാണ്? പാരലൽ കേട്ടോ. പാരലൽ ഇൻ ദ സർക്യൂട്ടിൽ എങ്ങനെയാണ്? പാരലായിട്ട് വേണം കണക്ട് ചെയ്യാൻ. അതായത് സമാന്തരമായിട്ട് വേണം കണക്ട് ചെയ്യാൻ. The next question, 1 HP. 1 HP എന്ന് വെച്ചാൽ ഹോഴ്സ് പവർ ആണല്ലേ. 1 ഹോഴ്സ് പവർ എന്ന് പറഞ്ഞാൽ എത്രയാണ് ഉദ്ദേശിക്കുന്നത്? 746 വാട്ട് കേട്ടോ. 746 വാട്ട്. Then അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? Find the relation in the first pair and complete the second pair കേട്ടോ. ഇവിടെ റിലേഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ജനറേറ്റർ എന്താണ്? മെക്കാനിക്കൽ എനർജിനെ ഇലക്ട്രിക് എനർജി ആക്കി മാറ്റുന്നു. ഡ്രൈ സെൽ എന്താണ്? ഡ്രൈ സെല്ല് കെമിക്കൽ എനർജി ആണല്ലേ. ഡ്രൈ സെല്ലില് കെമിക്കൽ എനർജിയാണ്. കെമിക്കൽ എനർജി എന്ത് എനർജി ആക്കി മാറ്റുകയാണ് ചെയ്യുന്നത്? ഇലക്ട്രിക്കൽ എനർജി കേട്ടോ. കെമിക്കൽ എനർജി ഇലക്ട്രിക്കൽ എനർജി ആക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. എവിടെ? ഡ്രൈ സെല്ലിൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ക്വാണ്ടിറ്റീസ് ഈസ് മെഷേർഡ് ഇൻ വോൾട്ട്സ് പെർ ആംപിയർ? വോൾട്ട്സ് പെർ ആംപിയറിൽ മെഷർ ചെയ്യുന്ന ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. വോൾട്ട്സ് പെർ ആംപിയർ, അതായത് V/I ആണല്ലേ. V/I എന്ന് വെച്ചാൽ എന്താണ്? R ആണ്. അപ്പോൾ ഏതാണ്? റെസിസ്റ്റൻസ് കേട്ടോ. വോൾട്ട്സ് പെർ ആംപിയർ ഉദ്ദേശിക്കുമ്പോൾ എന്താണ്? റെസിസ്റ്റൻസ് ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇക്വേഷൻ ഈസ് റിലേറ്റഡ് ടു ഓംസ് ലോ? ഓംസ് ലോയുമായിട്ട് റിലേറ്റ് ചെയ്ത ഇക്വേഷൻ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? V = IR അല്ലേ. V = IR ആണ് നമ്മുടെ ബേസിക് ഇക്വേഷൻ. ഓർ R = V/I ആണെന്നറിയാം ഇല്ലേ. ഒരെണ്ണം കൂടി ഉണ്ട്. അതുപോലെ തന്നെ I = എങ്ങനെയാണ് വരുന്നത്? V/R ആണ്. ഇതാണ് ഓംസ് ലോയുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന 3 ഇക്വേഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഏതാണ് വരുന്നത്? R = V/I ഉണ്ട്. R = I/V ഉണ്ട്. റെസിസ്റ്റൻസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടില്ല. അപ്പം R = നമുക്ക് ഏതാണ് അറിയാം? V/I ആണ് അല്ലേ. അപ്പം ഇതാണ് ആൻസർ. R = V/I. The next one, state true or false ആണ്. The work done by the force of gravity on a stone when it is thrown up is positive. ഒരു വസ്തു നമ്മൾ മുകളിലോട്ട് എറിയുവാണ്. അപ്പോൾ ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി ആക്ട് ചെയ്യുന്നുണ്ട്. അത് പോസിറ്റീവ് ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു വസ്തു നമ്മൾ മുകളിലോട്ട് എറിയുമ്പോൾ എന്ത് സംഭവിക്കുന്നത്? ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി എങ്ങനെയാണ്? ഗ്രാവിറ്റി ആക്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? താഴോട്ടാണ് അല്ലേ. ഗ്രാവിറ്റി താഴോട്ടാണ് ആക്ട് ചെയ്യുന്നത്. അതായത് ഈ മൂവ് ചെയ്യുന്നതിൻ്റെ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആയിട്ടാണ് അവിടെ ഗ്രാവിറ്റി ആക്ട് ചെയ്യുന്നത്. മനസ്സിലാവുന്നല്ലോ പറഞ്ഞത്. അപ്പോൾ എന്താണ് അവിടുത്തെ ഗ്രാവിറ്റി എങ്ങനെയായിരിക്കും? ഗ്രാവിറ്റി നെഗറ്റീവ് ആയിരിക്കുമല്ലേ വരുന്നത്. ഗ്രാവിറ്റി അവിടെ നെഗറ്റീവ് ആയിരിക്കും വരുന്നത്, ഓപ്പോസിറ്റ് ഡയറക്ഷനിലല്ലേ. അപ്പം ഗ്രാവിറ്റി നെഗറ്റീവ് ആയിരിക്കും വരുന്നത്. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് എങ്ങനെയാണ്? ട്രൂ ആണോ ഫോൾസ് ആണോ? ഫോൾസ് ആണ് കേട്ടോ. ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ഫോൾസ് ആണ്. ദ നെക്സ്റ്റ് വൺ, ദ മെയിൻ വൈബ്രേറ്റിംഗ് പാർട്ട് ഇൻ വയലിൻ. വയലിനിലെ വൈബ്രേറ്റിംഗ് പാർട്ട് ഏതാണ്? സ്ട്രിങ്സ് ഇല്ലേ. സ്ട്രിങ്സ് ആണ് കേട്ടോ. Then which of the following instrument is used to measure intensity of current? കറണ്ടിന്റെ ഇന്റൻസിറ്റി മെഷർ ചെയ്യുന്ന ഏത് ഇൻസ്ട്രുമെന്റ് ആണ്? വോൾട്ട് മീറ്റർ, അമീറ്റർ, ഡെസിബൽ മീറ്റർ. ഏതാണ്? അമീറ്റർ ഉപയോഗിച്ചിട്ടാണ് കറണ്ട് നമ്മൾ മെഷർ ചെയ്യുന്നത്. Then relative density of water. വാട്ടറിന്റെ റിലേറ്റീവ് ഡെൻസിറ്റി എത്രയാണെന്നാണ് ചോദിച്ചത്. എത്രയാണ്? 1 ആണ് കേട്ടോ വരുന്നത്. 1 ആണ് റിലേറ്റീവ് ഡെൻസിറ്റി. ഡെൻസിറ്റി ആണ് എത്ര വരുന്നത്? 1000 kg/m³ ഡെൻസിറ്റി വരും. റിലേറ്റീവ് ഡെൻസിറ്റി എന്ന് പറയുമ്പോൾ എന്താണ്? ഡെൻസിറ്റി ഓഫ് വാട്ടർ ഡിവൈഡ് ബൈ ഡെൻസിറ്റി ഓഫ് വാട്ടർ തന്നെയാണ് റിലേറ്റീവ് ഡെൻസിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എത്രയാണ്? 1 ആണ് ആൻസർ വരുന്നത്. നെക്സ്റ്റ് വൺ, ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡസ് സൗണ്ട് ട്രാവൽസ് വിത്ത് മോർ സ്പീഡ്? സൗണ്ട് കൂടുതൽ സ്പീഡിൽ ട്രാവൽ ചെയ്യുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞാണല്ലോ സ്പീഡ് കൂടുതൽ ഏതിലാണ്? സോളിഡിലാണ്, പിന്നെ ലിക്വിഡിലാണ്, പിന്നെ എന്താണ്? ഗ്യാസിലാണ് വരുന്നത്. അപ്പോൾ ഇവിടുത്തെ സോളിഡ് ഏതാണ്? കോപ്പർ അല്ലേ. കോപ്പറിലാണ് കൂടുതൽ സൗണ്ട് ട്രാവൽ ചെയ്യുന്നത്, സ്പീഡിൽ ട്രാവൽ ചെയ്യുന്നത്. അടുത്ത മെയിൻ സോഴ്സ് ഓഫ് എനർജി ഓൺ ദ എർത്ത്. എർത്തിലെ എനർജിയുടെ മെയിൻ സോഴ്സ് ഏതാണ്? സൺ ആണ്. ദ നെക്സ്റ്റ് വൺ, ഫോഴ്സസ് ഓഫ് 5 Newton, 10 Newton ആണ്, 15 Newton ആർ ആക്ടിങ് ഓൺ എ ബോഡി. വാട്ട് ഇസ് ദ റിസൾട്ടന്റ് ഫോഴ്സ് ഇഫ് ദ ഫോഴ്സ് ആക്ടിങ് ഓൺ ദ ബോഡി ആർ ബാലൻസ്ഡ്?
ഒരു ബോഡിയിലേക്ക് ഒരു 5 ന്യൂട്ടൺ 10 ന്യൂട്ടൺ 15 ന്യൂട്ടൺ ആക്ട് ചെയ്യുവാണ്. അപ്പം റിസൾട്ടൻറ്റ് ഫോഴ്സ് എങ്ങനെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് ആ ബോഡി ബാലൻസിങ്, ആ ബോഡിയിലേക്ക് ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് ബാലൻസിങ് ആവുകയാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ റിസൾട്ടിങ് ഫോഴ്സ് എങ്ങനെയായിരിക്കും? ബാലൻസ്ഡ് ഫോഴ്സ് ആകുമ്പോൾ എങ്ങനെയായിരിക്കും? റിസൾട്ടൻറ്റ് ഫോഴ്സ് പറഞ്ഞിരിക്കുന്നത് 0 ആയിരിക്കും അല്ലേ? ഒരു ബോഡി അല്ലെങ്കിൽ ബാലൻസ്ഡ് ആയിട്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ റിസൾട്ടൻറ്റ് ഫോഴ്സ് എങ്ങനെയായിരിക്കും? 0 ന്യൂട്ടൺ ആയിരിക്കും. The next question, which of the following is incorrect കേട്ടോ about the physical quantity? Incorrect ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. ഫിസിക്കൽ ക്വാണ്ടിറ്റി സ്കെയിലാർ ക്വാണ്ടിറ്റി, സ്കെയിലാർ ക്വാണ്ടിറ്റി ആണല്ലോ, സ്കെയിലാർ ക്വാണ്ടിറ്റി ആണല്ലോ. ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞിരിക്കുന്നത് സ്കെയിലാർ ക്വാണ്ടിറ്റി ആണ് കേട്ടോ, അത് കറക്റ്റ് ആണ്. ദെൻ ഓൾവേസ് പോസിറ്റീവ്, അതും കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് എപ്പോഴും പോസിറ്റീവ് ആകാം കേട്ടോ. ദെൻ നെക്സ്റ്റ് വൺ, ഓൾവേസ് പോസിറ്റീവ്. ഫിസിക്കൽ ക്വാണ്ടിറ്റി എപ്പോഴും പോസിറ്റീവ് ആവുമോ? എപ്പോഴും പോസിറ്റീവ് ആവോ ഫിസിക്കൽ ക്വാണ്ടിറ്റി? ഇല്ല. പോസിറ്റീവ് ആയാൽ നെഗറ്റീവ് ഒക്കെ വരാം അല്ലേ? അപ്പം അത് റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. SI യൂണിറ്റ് ഈസ് ജൂള്. ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ SI യൂണിറ്റ് ജൂള് അല്ലേ? അതും എന്താണ് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ ജൂള് SI യൂണിറ്റ് വരുന്നുണ്ടല്ലോ അല്ലേ? ദെൻ പ്രൊഡക്റ്റ് ഓഫ് ഫോഴ്സ് ആൻഡ് ഡിസ്പ്ലേസ്മെന്റ്, ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ പ്രൊഡക്റ്റ് എന്ന് വെച്ചാൽ ഫോഴ്സ് ആൻഡ് ഡിസ്പ്ലേസ്മെന്റ് വർക്കിൻ്റെ അവിടെ വരുന്നുണ്ട്. അപ്പം ഓൾവേസ് പോസിറ്റീവ് എന്നുള്ളതാണ് ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് കേട്ടോ. അപ്പോൾ ഇതാണ് ഇൻകറക്റ്റ്. നെക്സ്റ്റ് വൺ, ദി എബിലിറ്റി ഓഫ് മീഡിയം ടു ഇൻഫ്ലുവൻസ് ദ സ്പീഡ് ഓഫ് ലൈറ്റ് പാസിംഗ് ത്രൂ ഇറ്റ് ഈസ് കോൾഡ്. എന്താണ് പറഞ്ഞിരിക്കുന്നത്? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഇല്ലേ? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. Then we need a dash to change the state of motion or rest of an object. എന്താണ്? we need a force. നമ്മുടെ ന്യൂട്ടന്റെ ഫസ്റ്റ് ലോ അല്ലേ പറഞ്ഞിരിക്കുന്നത്? we need a force to change the state of motion or rest of an object. Then what does the symbol represent? ഈ സിമ്പിൾ എന്തിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? റെസിസ്റ്റർ കേട്ടോ, റെസിസ്റ്ററിന്റെ സിമ്പിൾ ആണ്. സൗണ്ട് ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ ഡാഷ് ഓഫ് ഒബ്ജക്റ്റ്. എങ്ങനെയാണ്? വൈബ്രേഷൻ ഓഫ് ഒബ്ജക്റ്റ് അല്ലേ? ഒബ്ജക്റ്റിന്റെ വൈബ്രേഷൻ മൂലമാണ് സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത് കേട്ടോ. സൗണ്ട് ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ വൈബ്രേഷൻ ഓഫ് ഒബ്ജക്ട്സ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. അനലൈസ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ആൻഡ് റീസൺ ആൻഡ് ചൂസ് ദ കറക്റ്റ് ഓപ്ഷൻ കേട്ടോ. സ്റ്റേറ്റ്മെന്റ് റീസൺ പറഞ്ഞിട്ടുണ്ട്, കറക്റ്റ് ഓപ്ഷൻ. ദ സ്പീഡ് ഓഫ് സൗണ്ട് ഇൻ എയർ ഇൻക്രീസസ് വിത്ത് ഇൻക്രീസ് ഓഫ് ടെമ്പറേച്ചർ അല്ലെ? ടെമ്പറേച്ചർ കൂടുന്ന വെച്ചിട്ട് സൗണ്ടിന്റെ സ്പീഡ് കൂടുന്നുണ്ട്. കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അതിന്റെ റീസൺ എന്താണ്? ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ ഇൻക്രീസ് ദ കൈനറ്റിക് എനർജി ഓഫ് എയർ മോളിക്യൂൾസ്. ടെമ്പറേച്ചർ കൂടുമ്പോൾ അതാണ് എയർ മോളിക്യൂൾസിന്റെ കൈനറ്റിക് എനർജി കൂടും. അപ്പോൾ സ്റ്റേറ്റ്മെന്റും അതിന്റെ റീസണും കറക്റ്റ് തന്നെയാണ് അല്ലേ? അപ്പോൾ ഏതാണ് ഓപ്ഷൻ വരുന്നത്? Both the statement and reason are true. രണ്ടും ശരിയാണ്. And the reason is the correct explanation of the statement. Reason എന്ന് പറഞ്ഞിരിക്കുന്നത് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് എക്സ്പ്ലനേഷൻ ആണ്, അത് കറക്റ്റ് ആണ്. പിന്നെ രണ്ട് സ്റ്റേറ്റ്മെന്റും ട്രൂ ആണ്. റീസൺ ഈസ് നോട്ട് ഇല്ല. എ തന്നെയാണ് കേട്ടോ. കറക്റ്റ് ഓപ്ഷൻ ഏതാണ്? എ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ദ റെസിസ്റ്റൻസ് ഓഫ് എ കണ്ടക്ടർ ഡിപ്പെൻഡ്സ് ഓൺ ഇറ്റ്സ് ലെങ്ത് ആൻഡ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ. കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണല്ലോ. റെസിസ്റ്റൻസ് ലെങ്തിനെയും അതുപോലെ തന്നെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷനെയും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. നമ്മൾ പഠിച്ചത് റെസിസ്റ്റൻസ് പ്രൊപ്പോർഷണൽ ടു ലെങ്ത്. റെസിസ്റ്റൻസ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ അല്ലെ? റെസിസ്റ്റൻസ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്, അതും നമ്മൾ പഠിച്ചിട്ടുണ്ട്. എ ലോങ്ങർ കണ്ടക്ടർ ഓഫേഴ്സ് മോർ ഒപ്പോസിഷൻ ടു ദ കറന്റ് ഫ്ലോ. ലെങ്ത് കൂടുവാണെന്നുണ്ടെങ്കിൽ എന്താണ്? കൂടുതൽ ഒപ്പോസിഷൻ വരും ഇല്ല? ഒപ്പോസിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? റെസിസ്റ്റൻസ് ആണ് കേട്ടോ. അപ്പം ഇതും കറക്റ്റ് ആയിട്ടുള്ള കാര്യമല്ലേ? മനസ്സിലാവുന്നുണ്ടോ പറഞ്ഞത്? ലോങ്ങർ കണ്ടക്ടർ ഓഫേഴ്സ് മോർ ഒപ്പോസിഷൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ലോങ്ങർ കണ്ടക്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? ലെങ്ത് കൂടുവാണ്. ലെങ്ത് കൂടുമ്പോൾ കൂടുതൽ ഒപ്പോസിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? റെസിസ്റ്റൻസ് ആണ് ഇല്ലേ? അപ്പൊ റെസിസ്റ്റൻസ് കൂടുമ്പോൾ ലെങ്ത് കൂടുന്നു നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് അല്ലേ? അപ്പം അതും കറക്റ്റ് ആണ്. അപ്പം 1, 2, 3 കേട്ടോ. ആ 3 സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ്. ഓപ്ഷൻ ഏതാണ് വരുന്നത്? ബി ആണ് കേട്ടോ വരുന്നത്. 1, 2 and 3 അത് 3 കറക്റ്റ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. പൊട്ടൻഷ്യൽ എനർജി ഈസ് എ എനർജി പൊസസ്ഡ് ബൈ എ ബോഡി ഡ്യൂ ടു ഇറ്റ്സ്. പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞാൽ എനർജി പൊസസ്ഡ് ബൈ എ ബോഡി എന്തൊക്കെ മൂലമാണ്? പൊസിഷൻ മൂലം, പിന്നെ അതുപോലെ ഷേപ്പ് മൂലം വരാം അല്ലേ? അപ്പൊ ഏതൊക്കെയാണ്? 2ഉം 4ഉം ആൻസർ വരും കേട്ടോ. 2 and 4 ഡി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. വാട്ട് ഇസ് ആക്സിലറേഷൻ ഓഫ് ദ ഒബ്ജക്ട് ഡ്യൂറിങ് ഗ്രാഫ് എ ബി കേട്ടോ. ഈ ഗ്രാഫ് നോക്കുക. എ ബി ഈ പൊസിഷനിലെ ആക്സിലറേഷൻ എങ്ങനെയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. വെലോസിറ്റി ചേഞ്ച് ഗ്രാഫ് അല്ലേ ഇവിടെ? എ ബി എന്ന് പറഞ്ഞ പൊസിഷൻ എങ്ങനെയാണ്? വെലോസിറ്റിയോടെ ചേഞ്ച് ചെയ്യുന്നുണ്ടോ?
വെലോസിറ്റി ചേഞ്ച് ചെയ്യുന്നുണ്ടോ അവിടെ? ഇല്ലല്ലോ. വെലോസിറ്റി അവിടെ കോൺസ്റ്റന്റ് ആയിട്ടിരിക്കുകയാണ്. ആക്സിലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? ചേഞ്ച് ഇൻ വെലോസിറ്റി അല്ലേ? അപ്പോൾ ഇവിടെ ആക്സിലേഷൻ എത്രയാണ് വരുന്നത്? ആക്സിലേഷൻ ഈ 0. ആക്സിലേഷൻ ഇവിടെ ഉണ്ടോ? ഇല്ല, ആക്സിലേഷൻ ഈ 0 ആണ്. ഇനി ഫൈൻഡ് ദ സോഴ്സ് ഓഫ് EMF ഫ്രം ദ ബ്രാക്കറ്റ്. കേട്ടോ, EMFന്റെ സോഴ്സ് കണ്ടുപിടിക്കാനാണ് ചോദിച്ചത്. EMF ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ്, അതിന്റെ സോഴ്സ്. റിയോസ്റ്റാറ്റ് ഉണ്ടോ? ഇല്ല. റെസിസ്റ്റർ വരുവേല. ജനറേറ്റർ സ്വിച്ചും വരികയില്ല. അപ്പൊ ജനറേറ്റർ ആണ് EMFന്റെ സോഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ മനസ്സിലായല്ലോ. അപ്പൊ ഒരു 30 ക്വസ്റ്റ്യൻസുകളാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത്. 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. 1 മാർക്ക് ആണേലും 1 മാർക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ഫുൾ സ്കോറിനെ അത് ബാധിക്കും. അപ്പം എന്തായാലും ഇത്രയും ക്വസ്റ്റ്യൻസ് നിങ്ങൾ പഠിക്കുക. റിപ്പീറ്റ് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസുകളൊക്കെ തന്നെയാണ്. അപ്പം അല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട രീതിയിലുള്ള ക്വസ്റ്റ്യൻസുകളൊക്കെ ചോദിക്കും. പെയറിങ് കേട്ടോ, പെയറിങ് ചോദിക്കാം. സ്റ്റേറ്റ്മെന്റ്, റീസൺ, ആ ഒരു ഫോർമാറ്റിലുള്ള ക്വസ്റ്റ്യൻ ഒക്കെ ചോദിക്കാം കേട്ടോ. അപ്പം എല്ലാം കൃത്യമായിട്ട് പഠിക്കുക, മനസ്സിലാക്കി തന്നെ പഠിക്കുക. വീഡിയോ മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുക കേട്ടോ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക്